ഹലോ ഹായ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് ജിത്തു ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഒരു മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, നേര്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് പേര് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ 50 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട്. അതൊരു വലിയ വിജയമാണ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒരു സിനിമ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഒരു 90-95% ആൾക്കാരിലോളം സിനിമ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 70% ആൾക്കാരെ സിനിമ ഇമോഷണലി ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ എപ്പോഴായാലും ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകുമ്പോൾ അത് ഏത് ഭാഷകളിലാണെങ്കിലും അതിന് പിന്നാലെ കുറേ വിവാദങ്ങൾ കുടപിടിച്ചു കൊണ്ടുവരും. ആദ്യം തന്നെ ഒരു വിവാദം വന്നത് സിനിമയുടെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്നാണ്. അതിന് ജിത്തു ജോസഫ് വളരെ ക്ലാരിറ്റിയുള്ള ഒരു മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ന് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ മറ്റൊരു സിനിമയുമായി ഈ സിനിമയ്ക്ക് സാമ്യമുണ്ടെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ആ ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ ആ സിനിമ കാണാനിടയായി. 1995 റിലീസ് ചെയ്ത സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് പറയുന്ന മൂവി. അപ്പം ഈ പറയുന്ന വിവാദവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് പറയുന്ന മൂവിയുമായിട്ട് അതിലെ കണ്ടൻറ്റുമായിട്ട് നമ്മുടെ നേരെന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്താൽ. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് പറയുന്ന 1995 റിലീസായ ഒരു സിനിമയാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജാക്ക് ഷോൾഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മൈക്കിൾ ഏഞ്ചൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സിനിമയുടെ കണ്ടന്റ് എന്ത്, അല്ലെങ്കിൽ ആ ഒരു കഥ ഞാനൊന്ന് ചുരുക്കി പറയാം. ഒരു സീരിയൽ കില്ലർ, അദ്ദേഹം ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതിനകത്ത് അവസാനമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, കൊല്ലാതെ വിട്ട ഒരു പെൺകുട്ടിയാണ്, റേപ്പ് ചെയ്തിട്ട് കൊല്ലാതെ വിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് യമി എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി തൻ്റെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. പോലീസുകാരാണെങ്കിൽ ഈ സീരിയൽ കില്ലറിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്, ആൾക്കാരുമാണ്. അപ്പം ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അതായത് എന്താ പറയുക, സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്ന, അത് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് രേഖാചിത്രം തയ്യാറാക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജാക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ജാക്കിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നു ഈ പെൺകുട്ടി. അപ്പം ഈ പെൺകുട്ടി എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചാൽ, പ്രതിയുടെ മുഖം എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, സിനിമ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. റേപ്പ് സീനിനകത്ത് അവള് എന്താ പറയുക, വളരെ വളരെ സൗമ്യമായിട്ട് തന്നെ ആ ഒരു സീനിനകത്ത്, അവൾക്ക് കണ്ണില്ല, ബ്ലൈൻഡാണ് ആ പെൺകുട്ടി എമി എന്ന് പറയുന്നത്. അവള് ആ ഫേസിലൂടെ വിരലുകൾ ഓടിച്ചിട്ടാണ്, അവളുടെ ടച്ച് സെൻസ് അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള ടച്ച് സെൻസിലൂടെയാണ് ആ പെൺകുട്ടി ആ ഒരു ക്രിമിനലിൻ്റെ അല്ലെങ്കിൽ ആ കില്ലറിൻ്റെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്തത്. അത് വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും ആ ജാക്കിനോട് വിവരിക്കുന്നത് കണ്ടിട്ട് ജാക്കിന് തന്നെ സത്യം പറഞ്ഞ അത്ഭുതമായി. അദ്ദേഹം അപ്പം ചോദിക്കുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ ഒരു സംശയ നിവാരണം എന്നതുപോലെ തന്നെ ജാക്കിൻ്റെ ഫേസുകളിലൂടെ കൈ ഓടിച്ചിട്ട് ജാക്കിൻ്റെ വയസ്സ് വരെ നിങ്ങൾക്ക് 35 അല്ലെങ്കിൽ 36 വയസ്സുണ്ട്, നിങ്ങളുടെ ഫേസ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ ജാക്കിന് വിശ്വാസമാണ്. അങ്ങനെ ജാക്ക് ആ പ്രതിയുടെ ഒരു രൂപം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വരച്ചെടുക്കുന്ന രേഖാചിത്രം പുറത്തു വിട്ടതിന് ശേഷം എമിയെ ഈ സീരിയൽ കില്ലർ വീണ്ടും ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു, അതായത് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു ആക്രമണത്തിൽ, കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആക്രമണത്തിൽ ജാക്ക് തന്നെ ഈ എമിയെ രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ കേസ് കോടതിയിലേക്ക് എത്തുന്നു. വാദിഭാഗവും പ്രതിഭാഗവും കൊണ്ട്. അതുപോലെ തന്നെ എമിയോട് വളരെ ശക്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ സമയത്ത് റേപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫേസ് ടച്ച് മനസ്സിലാക്കി, അങ്ങനെയൊക്കെ. അങ്ങനെ അവസാനം കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, കേസിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് എമിയോട് കോടതി ആവശ്യപ്പെടുകയാണ്, ഒരാളുടെ ഫേസ്, അതായത് വാദിഭാഗവും പ്രതിഭാഗവും വാദങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ കൺക്ലൂഷനിലാണ് നിങ്ങൾ ഒരാളുടെ ഫേസ് തരും, അത് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ടച്ച് ചെയ്യണം, അതിനൊരു നിശ്ചിത സമയം തരും, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ടച്ച് ചെയ്യുക, അത് ജാക്കിനോട് തന്നെ ഈ കോടതി റൂമിൽ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ജാക്ക് ഇവിടെ വെച്ച് തന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച്, ആ ജഡ്ജിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ അത് വരച്ച് ജഡ്ജിയുടെ മുന്നിൽ സമർപ്പിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ അവിടെയാണ് കറക്റ്റ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കില്ലറുമുണ്ട്, പ്രതിഭാഗത്ത് കില്ലറുമുണ്ട്. അപ്പോൾ കില്ലറിനോട് തന്നെ സാമ്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു, ഇവളുടെ മുന്നിലെത്തുന്നു. ടച്ച് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഭയം നമുക്ക് അവളുടെ ഉള്ളിൽ, അവളുടെ ഫേസിൽ വരുന്നത്, അവളുടെ ബോഡി ലാംഗ്വേജിൽ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ പക്ഷേ ഒരു 30 സെക്കൻഡ് മാത്രമാണ് സമയം കൊടുത്തിരിക്കുന്നത്. ആ 30 സെക്കൻഡ് കൊണ്ട് ആ കോടതി മുറിയിൽ വെച്ച് തന്നെ അത് ടച്ച് ചെയ്യുന്നു. അതിനുശേഷം ജാക്ക് വരുന്നു. ജാക്ക് ഇതൊന്നും കണ്ടിട്ടില്ല, അദ്ദേഹത്തിനെ ഹൈഡ് ചെയ്ത് നിർത്തിയേക്ക് വരുന്നു. എമി വളരെ വിശദമായിട്ട് ജാക്കിനോട്
പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ജാക്ക് അത് വരയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരച്ച് മറ്റാരും കാണാതെ ജഡ്ജി എടുക്കാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ ജഡ്ജി ഇത് വരയ്ക്കുവാൻ വേണ്ടി, അതായത് കില്ലറിനോട് സാമ്യമുള്ള വ്യക്തിയെയും വിളിക്കുന്നു, ഈ വരച്ച പടവും കൊണ്ടുവരുന്നു. കാരണം ഇവർ രണ്ടുപേരുടെയും ഫേസുകൾ തമ്മിൽ കാണിക്കുമ്പോൾ ഒന്നാണ്. അങ്ങനെ ഈ കേസ് ജയിക്കുകയാണ് ചെയ്യുന്നത് അവർ. അങ്ങനെ അവസാനം ഇതിൻ്റെ കൺക്ലൂഷൻ, അതായത് ലാസ്റ്റ് എല്ലിലേക്ക് വരുന്ന സമയത്ത് സന്തോഷം, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷത്തോടെ തന്നെ എമി ജാക്ക് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് കൈകൾ കൊണ്ടിങ്ങനെ തടവുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. പിന്നെ ജാക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് പോകുന്നത്. ഇതാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് പറയുന്ന സിനിമയുടെ ഒരു കഥാസന്ദർഭം. അപ്പോൾ നേരിൻ്റെ കഥയിലേക്ക് പോകാം. നേരിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറെടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം ഒന്ന് പറയാം. എന്താ, 12 വയസ്സ് വരെ കണ്ണ് കാണാൻ സാധിക്കുന്ന സാറ എന്ന് പറയുന്ന പെൺകുട്ടി, അതിനുശേഷം ഒരു അസുഖം വന്ന് ആ കുട്ടിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഉപ്പയും ഉമ്മയുമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ലൈഫിലേക്ക് ഒരു ഇൻസിഡൻറ്റ് വരികയാണ്. ആ പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്യുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ പെൺകുട്ടി, സാറ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പ്രതിയുടെ മുഖത്തൂടെ വിരലുകൾ ഓടിച്ച് ആ പ്രതിയുടെ എന്താ പറയുക രൂപം മനസ്സിലാക്കുന്നു. അതിനുശേഷം ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റാണ് ആ പ്രതിയുടെ തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നു. ഈ പ്രതിമ ഉണ്ടാക്കുന്നതൊന്നും മറ്റാരും കാണുന്നില്ല. അങ്ങനെ പ്രതിയുടെ ഉപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു, മോൾ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസുകാരൻ വരുന്നു. അങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അന്വേഷിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഈ പ്രതിമയും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ചേർത്തിട്ട് കേസ് ക്ലോസ് ചെയ്യുന്നു. അപ്പം തന്നെ പ്രതിയെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്കാണ് പോകുന്നത്, കുറ്റപത്രം സമർപ്പിക്കുന്നത്. പിന്നെ നടക്കുന്നത് ഒരു കോർട്ട് ഡ്രാമയാണ്. അതായത് കോടതിയിൽ വെച്ച് വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ തീപ്പാറുന്ന, അല്ലെങ്കിൽ ഇമോഷണൽ രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന വളരെ വാശിയേറിയ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ എന്താണ്, ജഡ്ജി നമ്മുടെ വിജയമോഹൻ എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള വക്കീൽ, നമ്മുടെ ലാലേട്ടൻ, അദ്ദേഹം ഒരു ചൂണ്ടയിടുകയാണ്. ആ ചൂണ്ടയിൽ ജഡ്ജിയും അതുപോലെ തന്നെ പ്രതിഭാഗവും കൊത്തുകയാണ്. എന്താണ്, നമ്മുടെ ഇര ചെയ്തിരിക്കുന്ന സ്കൾപ്ചർ, ആ ഒരു രൂപം, അത് ആ പ്രതിയുടെ തന്നെയാണ്. ഇര ഒരു പ്രൊഫഷണലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ കോടതി മുറിയിൽ വെച്ചിട്ട് ഒരു പ്രതിമ ചെയ്യാമെന്ന് വിജയമോഹൻ ഒരു ചൂണ്ടയിടുകയാണ്. ആ ചൂണ്ടയിൽ ജഡ്ജി കൊത്തുന്നു. എന്താ പറയുക, അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രതിഭാഗം പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞങ്ങളായിരിക്കും ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, അതിനൊരു സമയം വേണമെന്ന്. അങ്ങനെ 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. പ്രതിഭാഗം വക്കീൽ തന്നെ അതേ കണക്ക് തന്നെ ഒരു ഇമോഷണൽ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഭയങ്കര ഇമോഷണലി ആ പെൺകുട്ടി ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ ബ്രില്യൻസ് കൊണ്ട് തന്നെ അത് ടച്ച് ചെയ്ത് ഫുള്ള് മനസ്സിലാക്കി. എന്താ പറയുക, കുറേ സമയമെടുത്ത്, ഏകദേശം എനിക്കൊന്ന് രാവിലെ 6 മണിക്കെങ്ങാണ്ട് കോടതി ഉണ്ട്. അത് രാത്രിയിൽ കോടതി കൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിലറിനകത്തൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ. അതുപോലെ തന്നെ രാത്രി മൊത്തം ആ പെൺകുട്ടി ഇരുന്ന് സ്കൾപ്ചർ ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കോടതി കൂടുന്നു. അങ്ങനെ അത് നമ്മുടെ പ്രതിഭാഗം വക്കീലും ആ കുട്ടി ചെയ്തിരിക്കുന്ന സ്കൾപ്ചറും ഒരേ രൂപത്തിൽ തന്നെയാണ്. അങ്ങനെ ആ പെൺകുട്ടിക്ക് കഴിവുണ്ടെന്നും ആ പെൺകുട്ടി ചെയ്ത ക്രിമിനലിൻ്റെ മുഖം, അല്ലെങ്കിൽ നമ്മുടെ റേപ്പ് ചെയ്തവൻ്റെ മുഖവും ഒന്നാണെന്ന് കോടതിക്ക് ബോധ്യമാകുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയോടുകൂടി വിധി വരികയാണ്. അങ്ങനെ അവന് ജീവപര്യന്തം തടവ് കൊടുക്കുന്നു. അവസാനം എന്താ പറയുക, നമ്മുടെ പെൺകുട്ടി, അതായത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി നന്ദി സൂചകമായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ വിജയമോഹൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ മുഖത്ത് കൈകൾ കൊണ്ട് തടവുക. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ജാക്കിൻ്റെ മുഖത്തും കൈകൾ കൊണ്ട് തടവുക. ഇത് തന്നെയാണ് കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്കിത് രണ്ട് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, സിനിമയുടെ ഓവറാൾ കണ്ടന്റുകൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സ്വാഭാവികം, ലാലേട്ടൻ പറയുന്ന കണക്ക് തന്നെ സ്വാഭാവികം. എന്താ പറയുക, 80% സാമ്യമുള്ള 2 മൂവികൾ. ബുദ്ധിയുള്ള ആർക്കും പറയാം. നമ്മളൊക്കെ ചോറ് കഴിക്കുന്നവരല്ലേ മലയാളികൾ. അപ്പം നമുക്ക് ഈ 2 കണ്ടൻറ്റുകൾ കേട്ടപ്പോൾ മനസ്സിലായി, ഈ സിനിമ രണ്ടും ഏകദേശം ഒരേ കണ്ടൻറ്റ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല മെഹാന്മാരും കമൻറ്റ് ബോക്സിൽ വന്ന് പറയും, അങ്ങനെയുണ്ടെങ്കിൽ പല സിനിമകളും പലതിൻ്റെയും കോപ്പിയല്ലേ എന്ന്. ശരിയായിരിക്കാം, പക്ഷേ എന്താ പറയുക, രണ്ടും 2 രാജ്യങ്ങളിൽ സംഭവിച്ച കഥയാണ്. ഒന്ന് 1995 അമേരിക്കയിൽ നടന്ന ഒരു സിനിമ, അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത, ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ എന്താ പറയുക 2023 ജിത്തു ജോസഫ് നേരുന്ന രീതിയിൽ ഇത് റീക്രിയേറ്റ് ചെയ്തു അല്ലേ, അങ്ങനെയല്ലേ പറയണ്ടേ. ഓഗസ്റ്റ് 2-ാം തീയതി ജിത്തു ജോസഫ് അറിയാതെ ഒന്ന് ചുരണ്ടി, അത് നമ്മൾ നൈസായിട്ട് പൊക്കി എന്ന് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റും. എങ്കിൽ കൂടിയും
ഞാൻ ഈ പറയുന്നത് നേരെന്ന് പറയുന്ന സിനിമ ഇപ്പോൾ 50 കോടി കഴിഞ്ഞു. നമ്മൾ 2 പ്രാവശ്യം കണ്ടതാണ്. നമ്മളെ സിനിമ ഒരുപാട് എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇമോഷണലി ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന മൂവി കാണാൻ പോകണ്ട. കാരണം അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് എപ്പോഴും നേര്. കാരണം ഈ സിനിമ സംഭവിക്കുന്ന 2 രാജ്യങ്ങളിലാണ്. അവിടെ 2 രാജ്യങ്ങളിലുള്ളതും ആൾക്കാരുടെ സിനിമയെ വീക്ഷിക്കുന്ന ആംഗിളിൽ അത് ഡിഫറൻ്റാണ്. അതായത് ആസ്വാദന ശൈലി ഡിഫറൻ്റാണ്. അതുകൊണ്ട് സിനിമയും ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ആ സിനിമ മോശമാണെന്നല്ല. അന്ധകാലത്ത് ആ സിനിമ അതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രില്യൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ നേരെന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ഇമോഷണലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സിനിമ. അതുപോലെ നമ്മളെ 100% എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ വിജയമോഹനൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ വിജയമോഹനായിട്ട് മാറിയപ്പോൾ നമ്മളെ 100% നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നേര് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയുമായി സംബന്ധിച്ച് കുറേ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂസിലെ കുറേ തള്ളുകൾ നമുക്കൊന്ന് കേട്ടാലോ. കണ്ണു കാണാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ കലാഭവൻ ഒക്കെ അഭിനയം കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആന്റണി സിനിമയിൽ നമ്മുടെ കുട്ടിയേട്ടൻ്റെ അഭിനയം കണ്ടിട്ടുണ്ട്. അതൊരു ഒറിജിനാലിറ്റി ആയിട്ട് തോന്നണം. അപ്പൊ അതിന് എന്തെങ്കിലും ട്രെയിനിങ് ചെയ്തിരുന്നു? ട്രെയിനിങ് ഞാൻ ആക്ച്വൽ ബ്ലൈൻഡ് ആയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കണ്ടു. അതാണ് ഇന്റർവ്യൂസ് കണ്ട് അവർ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. മൂവീസിനെക്കാളും ആക്ച്വലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാര് അവരെങ്ങനെയാണ്, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാണ്, അവർ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ലിസണിങ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂസ് കണ്ട്, അവരുടെ ഇന്റർവ്യൂസ് കണ്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്ട്രാ കുറച്ചും കൂടി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ നേരിന്റെ സെറ്റിലോട്ട് ചെന്നത്. നമ്മുടെ സാറെ അവതരിപ്പിച്ച അനശ്വര, ആ കുട്ടി വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചാണ്. ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞതാണ് ആ പെൺകുട്ടി തീയാണ്. അതേ അവൾ തീ തന്നെയാണ്. കാരണം എമി എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാൾ 100 മടങ്ങ് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അനശ്വര ചെയ്തിരിക്കുന്ന സാറ എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷേ ഇവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മറ്റുള്ള ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് പഠിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, എങ്ങനെയാണ് സാറ ഈ ഫേസിൽ പോകുന്ന കൈകളൊക്കെ അതേ രീതിയിൽ വരുന്നത്? എമിയുടെ കൈകൾ പോയ ഡയറക്ഷനിൽ എങ്ങനെയാണ് നിങ്ങളുടെ കൈകൾ വരുന്നത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞിടും ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. ഞാൻ സാറേ ഡ്രാഫ്റ്റ് ആയില്ലല്ലോ, നമ്മള് ഇവിടെ അത് കുഴപ്പമില്ല, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇവിടെ വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എപ്പോഴാണ് അത് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്ന് ഇവർക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ ഒരു പോർഷനൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി അതിന് വായിക്കാൻ കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലേണിംഗ് ആണ്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വളരെ കൂളായിട്ട് ഇതുപോലെ ഞാനൊരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ചുറ്റും സാറിന്റെ വീട്ടിന്റെ ഹാളിൽ എല്ലാവരും ഇരിക്കുക. അപ്പൊ സാറ് എല്ലാവരും വായിച്ചിട്ട് എല്ലാവരും വരാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊടുത്തു. ഒരു ഫസ്റ്റ് ഹാഫ് വായിക്കുമ്പോൾ ആ സെക്കൻഡ് ഹാഫ് വെറുതെ ഇവർക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ഫിനിഷ് ചെയ്യുക. തിരിച്ചു വന്നിരുന്നു, ഓരോരുത്തരും അഭിപ്രായം പറയാൻ പറഞ്ഞു. അഭിപ്രായം ഈ 10-20 അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ കിറ്റുകൊണ്ട്. അപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ കുറെ എല്ലാവർക്കും അങ്ങനെ തുറന്നു പറയാൻ വയ്യ. പക്ഷെ സാറിന്റെ 2 കുട്ടികൾ അവർ ഭയങ്കര ഓണസ്റ്റാണ്. അവരെ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നില്ല, അവർ ഉള്ള അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇളയ ആളിങ്ങനെ പറഞ്ഞു, ഡാഡി നമ്മളിതിപ്പോ ചെയ്യണോ, നമ്മൾ അനൗൺസ് ചെയ്തും പോയി, ഐ തിങ്ക് ഇത് റീതിങ്ക് ചെയ്യേണ്ടി വരും ഡാഡി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ആ മൊമെന്റിൽ ഞാൻ ഇങ്ങനെ സാറിനെ നോക്കി. സാർ എന്നെ നോക്കി. സാർ പറഞ്ഞാൽ എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്നിട്ട് സാർ അവിടെ നിന്ന് പിന്നെ അപ്പൊ എനിക്ക് ആ പോയിന്റിലെ അയ്യോ പ്രശ്നമായോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ഒരു കേൾക്കുന്നത്. മറ്റത് ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്റ്റ് ചെയ്താൽ ശരിയാകും, ഇങ്ങനെയൊക്കെയാണ്. ഇത് അടച്ചൊരു സാധനം. പക്ഷെ അത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നി. ഭയങ്കര നമുക്ക് അവിടെ നിന്ന് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ക്രിറ്റിസിസം നമുക്ക് കിട്ടുവാണ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ബ്രില്യൻ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ദിവസത്തെ പ്ലാനിങ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അമ്മയുടെ നിർദ്ദേശങ്ങൾ, കോടതി റൂമിൽ ഉള്ള കാര്യങ്ങൾ അതേ കണക്ക് അവതരിപ്പിക്കുക ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ജിത്തു ജോസ് സാർ 1995 റിലീസായ സ്കെച്ച് ആർട്ടിസ്റ്റുമായിട്ട് ഈ സിനിമയ്ക്ക് സാമ്യം തരുന്നത്? ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ഒരു 100 കണക്കിന് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണല്ലോ നിങ്ങളുടെ. ഒരുപാട് ഡയറക്ടർ കാണും, അതായത് അസിസ്റ്റൻ്റ് കാണും, അസോസിയേറ്റ് കാണും, അങ്ങനെ ഒരുപാട്. ആരെങ്കിലും ഒരാൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ആരെങ്കിലും ഒരാൾ ഈ സിനിമ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ റെഫർ ചെയ്തിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. അപ്പം ഇനി നമുക്ക് ഈ സിനിമയുടെ കുറേ സീനുകൾ, സ്കെച്ച് ആർട്ടിസ്റ്റിലെ കുറേ സീനുകളിലേക്ക് പോകാം. ഇത് സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്ന ഒരു സീനാണ്. നമ്മുടെ എമിയെ കില്ലർ അല്ലെങ്കിൽ സീരിയൽ കില്ലർ റേപ്പ് ചെയ്യുന്ന ഒരു സീനാണ്. അപ്പോൾ ഈ സീൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, കണ്ടോ, ഫേസിൽ കൈകൾ അവൾ മൃദുവായിട്ട് ഓടിക്കുന്നുണ്ട്. ഏകദേശം ഇതേ കറക്റ്റ് സീൻ തന്നെയാണ് നമ്മുടെ നേരെന്ന് പറയുന്ന സിനിമയിലും
സംഭവിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഒരു സീൻ കൊണ്ട് കണക്ട് ചെയ്തിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം ഈ സിനിമയുടെ കണ്ടൻറ്റും ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ജീത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ കില്ലറും ഇതിൻ്റെ ഇടയിൽ വെച്ച്, അതായത് ഈ അന്വേഷണത്തിൻ്റെയൊക്കെ ഇടയിൽ വെച്ച് ഒരു പാർക്കിൽ വന്ന് ഇവളുടെ സമീപം വന്നിരുന്ന് തന്നെ വളരെ സൈലൻ്റായിട്ട് തന്നെ അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ എമിക്ക് ഒരു ഹസ്ബൻഡുണ്ട്. അദ്ദേഹമാണ് ഇപ്പം ഡോറ് തുറന്നത്. അവളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് സൗണ്ട് വയ്ക്കാതെ സൈലൻ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ആഡ് ചെയ്തിരിക്കുന്ന രംഗങ്ങളെന്ന് പറയുന്നത് കോടതിയുടെ ക്ലൈമാക്സ് ആണ്. അതായത് നമ്മുടെ ഈ സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളാണ്. എമിയെ അതായത് ഒരു കോടതി റൂമിൽ തന്നെ, അപ്പം അവസാനത്തെ ഫൈനൽ വിധി വരുന്ന റൂമിൽ തന്നെ ജഡ്ജിയുടെ മുന്നിൽ തന്നെ ഒരു ചെയർ കൊടുത്തു അവിടെ ഇരിക്കുകയാണ്. അപ്പം ഇനിയുള്ളത് എൻ്റെയർ ക്ലൈമാക്സ് രംഗങ്ങളാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പേപ്പർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി ഒരു ഇത്ര ടൈം, ഒരു 30 സെക്കൻഡാണ് ഇതിന് അലോ ചെയ്തിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അത് പ്രതിഭാഗം തന്നെ പറയുന്നതാണ്, 30 സെക്കൻഡ് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അത് എഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രതിയുടേത് അതുപോലെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരാളെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇപ്പം നടന്നു വരുന്ന അദ്ദേഹമാണ് ഇതുമായിട്ട് രൂപസാദൃശ്യം, അതായത് പ്രതി എന്ന് പറയുന്ന കില്ലറുമായിട്ട് രൂപസാദൃശ്യമുള്ളതാണ്. ഫേസ് ഏകദേശം ഒരേ കണക്ക് തന്നെയാണ്. അദ്ദേഹം വന്ന് ഈ പെൺകുട്ടിയുടെ മുന്നിലിരിക്കുന്നു. ഒരു വളരെ സൈലൻ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ഇമോഷണൽ രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്ലിയർ ചെയ്യുന്നില്ല. കാരണം 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. വളരെ 30 സെക്കൻഡ് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഫേസിൽ നിന്നും ടച്ച് സെൻസ്, അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള ടച്ച് സെൻസ് കൊണ്ട് അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ സീനുകളൊക്കെ നമ്മൾ നേരെന്ന് പറയുന്ന സിനിമയിൽ കണ്ടതാണ്. പക്ഷേ നേരിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു റൂമിലേക്ക് മാറ്റിയതിന് ശേഷം അവിടെ അതേ കണക്ക് തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇമോഷണൽ ഡയലോഗുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് ഡൗൺ സമയവും പറയുന്നുണ്ട്. 30 സെക്കൻഡ് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടി ടച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരേ കണക്കുണ്ടായിട്ട് തന്നെ കേട്ടോ അവളൊരു ഞെട്ടൽ കാണിക്കുന്നുണ്ട്. ആ ഞെട്ടലെന്ന് പറയുന്നത് മറ്റേയാളുടെ അതേ കണക്കുള്ള ഒരു ഫേസ് ആയതുകൊണ്ടാണ് ആ ഞെട്ടൽ അവിടെ അവൾ കൊടുക്കുന്നത്. വളരെ മനോഹരമായിട്ട് എമി ഈ വേഷം ചെയ്തിട്ടുണ്ട്. എമി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നല്ല രീതിയിൽ ആ വേഷം ചെയ്തിട്ടുണ്ട്. ഏകദേശം കണ്ടോ ആ ഫേസിൽ കൈ പോകുന്നതും എല്ലാം അതേ കണക്ക് തന്നെയല്ലേ, കണ്ടവർക്കറിയാം. വളരെ കറക്റ്റ് ഉണ്ടോ, വിരലുകൾ ആ മൂക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്നതും ഒക്കെ ഇത് മെഷർ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇവർ പറയുന്നത് പലപ്പോഴും ഇവർ മണ്ടന്മാരാണോ നമ്മൾ മണ്ടന്മാരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഇത് കണക്ക് കേട്ടോ ചുണ്ടും കാര്യങ്ങളുമൊക്കെ ടച്ച് ചെയ്ത് എടുക്കുന്ന ഒരു സീനാണ്. വളരെ എന്തോന്നായിട്ട് ഇനിയിപ്പം ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാക്ക് വരും. ജാക്കിനോട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അതിനൊരു നിശ്ചിത ടൈം കൊടുത്തിട്ടുണ്ട് അവർ. ആ ടൈമിനുള്ളിൽ അപ്പം ഈ ജാക്ക് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ക്ലൈമാക്സ് സീനാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജാക്ക് എന്ന് പറയുന്ന ആൾ ഈ രംഗങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല, ആൾക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ഇവിടെ നടക്കുന്ന സംഭവങ്ങളും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അവിടെ വന്നിരുന്നിട്ടുണ്ട്. അദ്ദേഹം വന്നിരിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അത് സ്കെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കോടതി റൂമിൽ വെച്ചിട്ട് ഒരു വാദം വന്നായിരുന്നു. കാരണം ഈ ജാക്ക് വരച്ചിരിക്കുന്ന ഒരു പ്രതിയുടെ ചിത്രവും രേഖാചിത്രവും വേറൊരു പ്രതിയുടെ രേഖാചിത്രവും അതുപോലെ തന്നെ ആ യഥാർത്ഥ പ്രതിയുടെ ചിത്രവും തമ്മിലുണ്ടാകുന്ന ഡിഫറൻസ് കാണിച്ചിട്ട് പ്രതിഭാഗം വക്കീൽ വളരെ ശക്തമായി ബാധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു എൻഡിങ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ടൊരു എൻഡിങ്ങാണ്. കാരണം ഇത്രയും കോടതി മുറിയിൽ വെച്ച് തന്നെ ആ കഴിവ് പുറത്തേക്ക് എടുക്കുക, മാറ്റി നിർത്തിയിട്ടല്ല. അപ്പം ഇതൊരു വളരെ ലൈവായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടും പോകുന്നൊരു മെത്തേഡ് തന്നെയായിട്ടാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. ഞാൻ അവൾ വളരെ എന്തോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് ഇതിനകത്ത് സൗണ്ട് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചെയ്യാൻ. ഞാൻ ഇതിൻ്റെ കമൻറ്റിനകത്ത് ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക് സിനിമ ഫുള്ളായിട്ട് കാണാൻ
സാധിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് 1995 ഇറങ്ങിയ സിനിമ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ചെയ്യുന്ന സിനിമകളോട് കിടപിടിക്കാൻ പറ്റുന്ന സിനിമയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതൊക്കെ. കണ്ടില്ലേ പഴയ സിനിമകൾ. അന്ത്യകാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമകളൊക്കെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊക്കെ ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് നമ്മൾ ഇതിനൊക്കെയുള്ള ഒരു സിനിമ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഒരുപാട് ടെക്നോളജി ഒരുപാട് മുന്നോട്ടാണ് അവരുടേത്. അങ്ങനെ അദ്ദേഹം അത് സ്കെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സ്കെച്ച് ചെയ്തെടുത്തു. അങ്ങനെ കോടതി മുറിയിലേക്ക് തന്നെ, കോടതിയുടെ മുന്നിലേക്ക്, അതായത് ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെ ഈ സ്കെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജഡ്ജിയുടെ മുന്നിലേക്ക് കൊടുത്തിരിക്കുന്ന സ്കെച്ച് ജഡ്ജി അത് കാണിക്കുകയാണ്. അതായത് അവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് അദ്ദേഹം വാല്യൂ ചെയ്തതിന് ശേഷം കാണിക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്ത് ആകാംക്ഷ, നമ്മൾ മറ്റൊരാത്തും കണ്ടതല്ലേ ആകാംക്ഷ, ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ. കണ്ട ഇത് തന്നെ, ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം താണ്ടെ ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇദ്ദേഹം ഈ വരച്ച ആളെയും തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും. നമ്മുടെ സിനിമയിലൊരു ചെറിയ വ്യത്യാസം, മുകേഷിനിടയ്ക്ക് സിദ്ദീഖിനിടയ്ക്ക് വരാൻ പറയുന്നു, എന്നിട്ട് തിരിഞ്ഞിരിക്കാൻ പറയുന്നു. കറക്റ്റ് അല്ലേ? അപ്പം മറ്റേ ആളെയുടെ ഇങ്ങോട്ട് വിളിക്കും. അപ്പം അവളുടെ കോൺഫിഡൻസ് ഉണ്ട്. യെസ്, ഫീസ് താണ്ടെ, ഇതാണ് സീൻ, ഇതാണ് ക്ലൈമാക്സ് സീൻ. ആക്ച്വലി ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിലേക്ക് എടുക്കുന്ന സീനുകളാണിത്. അപ്പോൾ അവർ രണ്ടുപേരുടെയും ഫേസ് ഏകദേശം ഒരേ കണക്ക് തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇതിൻ്റെ ഇനി വയലൻ്റ് ആവുകയാണ്, പ്രതി വയലൻ്റ് ആവുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാം നമുക്ക്. എന്നിട്ട് താണ്ടെ ഏകദേശം ഫൈനൽ ക്ലൈമാക്സ് അടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അനശ്വര മോഹൻലാൽ ലാലേട്ടൻ്റെ, അതായത് വിജയമോഹൻ്റെ മുഖത്ത് കൈകൾ വയ്ക്കുന്ന ഒരു സീനാണിത്. അതായത് നന്ദി സൂചകമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഗം ദൈവത്തിന് തുല്യം എന്നൊക്കെ പറയും. നടക്കട്ടെ ഈ സീനാണ്. അപ്പം ഈ സീനുകൾ കൊണ്ട് മാത്രമല്ല ഈ സിനിമ എൻ്റയർലി, ഈ രണ്ട് സിനിമയും ഏകദേശം ഒരു 60% ഒരേ കണ്ടന്റ് തന്നെയാണ്. ഫൈനലായിട്ട് ഈ ഒരു സെഗ്മെൻ്റ് കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അഭിനയിക്കാം സിനിമയിൽ മാത്രം, അല്ലെങ്കിൽ നാടകങ്ങൾ, അതുപോലെയുള്ള ആർട്ട് ഫോമുകൾ. ഇൻ്റർവ്യൂകളിൽ എന്തിനാണ് അഭിനയിക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് അഭിനയിക്കുന്നത്? രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കള്ളം അത് നിലനിൽക്കും എന്നുവരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവൻ നീ പറഞ്ഞ കാര്യം കള്ളമാണെന്ന് മനസ്സിലാക്കുന്നത് വരെ, അതായത് അതിൻ്റെ സത്യമെന്തെന്ന് മറ്റുള്ളവൻ മനസ്സിലാക്കുന്നത് വരെയേ നീ പറഞ്ഞിരിക്കുന്ന കള്ളത്തിന് വിലയുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പറ്റിക്കാം, ലോകത്തുള്ള മറ്റാരെയും പറ്റിക്കാം, പക്ഷേ മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല. അവരെവിടെങ്കിലും പോയി, ഇനി സിനിമ ഉണ്ടായ കാലഘട്ടത്തിൽ റിലീസാവാത്ത സിനിമ പെട്ടിയിലായതായാൽ പോലും ഇവർ പോയി ചുരണ്ടി കൊണ്ടുവരും. അതുകൊണ്ട് ചില കണ്ടൻറ്റുകൾ എടുത്ത് ചെയ്യുമ്പോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞേക്കുക, ഞാൻ ഈ സിനിമ റെഫർ ചെയ്തിട്ടുണ്ട്, അത്രമാത്രം. ഈ സിനിമ റെഫർ ചെയ്തിട്ടില്ല, യാദർച്ഛികമാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നിൽക്കേണ്ട. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.